ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠ ചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. ധ്യാനപീഠ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 39. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. വളരെ സുപരിചിതമായ ഒരു വാക്യാംശമാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വായിച്ച് കേൾപ്പിച്ചത്. എത്യോപ്യക്കാരനായിരിക്കുന്ന ഷണ്ണൻ യെരുശലേമിൽ വന്ന് താൻ ആരാധന കഴിച്ച് മടങ്ങി തന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ തേരിലിരുന്ന് ദൈവവചനം വായിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിന് നിർദ്ദേശം നൽകി തേരിനോട് ചേർന്ന് നടക്കുവാൻ. താൻ ഓടിച്ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുകയും അതിൻ്റെ ഉള്ളിലിരുന്ന് വായിക്കുന്ന ഷണ്ണൻ ആ വായിക്കുന്ന വാക്കുകൾ എന്താണെന്ന് അറിയാതെ വായിച്ചുകൊണ്ടേ ഇരിക്കെ, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്നുള്ള ഫിലിപ്പോസിന്റെ ചോദ്യത്തിന് മുമ്പാകെ ഷണ്ണൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും എന്ന് പറയുകയും തുടർന്ന് തേരിലേക്ക് കയറിയിരിക്കുവാൻ ലഭിച്ച അനുവാദത്തെ തുടർന്ന് തേരിനുള്ളിൽ കയറിയിരുന്ന് ഷണ്ണന് ഫിലിപ്പോസ് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കി കൊടുക്കുകയാണ്. താൻ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം നമുക്ക് ഏവർക്കും അറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ ഉദ്ധരണികളായിരുന്നു. ആ ഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിച്ചത്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ അവൻ നിന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. തുടർന്നുള്ള വാക്കുകൾ താൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഇതാരെക്കുറിച്ച് പറയുന്നു എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ ഫിലിപ്പോസ് ഷണ്ണനോട് പറയുകയാണ്. ഷണ്ണൻ ആ വാക്കുകൾ കേട്ട് സുവിശേഷം യഥാർത്ഥമായിട്ട് ഫിലിപ്പോസിലൂടെ കേൾക്കുകയും അല്പം കഴിഞ്ഞപ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി അവിടെ വെച്ച് വിശ്വാസ സ്നാനം അംഗീകരിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ സ്നാനം കഴിഞ്ഞ ഉടനെ പിന്നീട് ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടു പോവുകയും അതിനുശേഷം ഇവിടെ നാം വായിക്കുന്നു, ഷണ്ണൻ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്തു എന്ന് വായിക്കുകയാണ്. ഷണ്ണൻ അതിസന്തോഷമുള്ളവനായിട്ട് തീർന്നു. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, യെരുശലേമിൽ താന് ദൈവത്തിന് ആരാധന കഴിക്കാൻ പോയപ്പോൾ ഉണ്ടായ സന്തോഷത്തെക്കാൾ, താൻ തേരിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ തനിക്കുണ്ടായ സന്തോഷത്തെക്കാൾ, തനിക്കുള്ള ആത്മീക നിലവാരം എന്തായിരുന്നുവോ അതിൽ താൻ അനുഭവിച്ച സന്തോഷത്തെക്കാൾ ഏറെ സന്തോഷമുള്ളവനായിട്ട് താൻ ഇപ്പോൾ തീർന്നു. അതിന്റെ ഏക കാരണം താൻ യേശുവിനെ തന്റെ ഹൃദയത്തിലേക്ക് അംഗീകരിച്ചു എന്നുള്ള ഏക കാരണമാണ്. അതെ, യേശു സന്തോഷം പ്രദാനം ചെയ്യുന്നവനാണ്. യേശു ഏതൊരു വ്യക്തിക്കും സന്തോഷം നൽകുന്നു. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നാം അതുകൊണ്ടാണ് വായിക്കുന്നത്, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതെ, ഇത് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്നതാ. ഷണ്ണൻ മഹാസന്തോഷമുള്ളവനായിട്ട് തന്റെ ദേശത്തേക്ക് പോകുവാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ അതിനേറെ ചിന്തിപ്പിച്ച ഒരു ഭാഗം, ഈ മനുഷ്യന് സന്തോഷം തരുന്നതിന്റെ പിന്നിൽ അദ്ദേഹം വായിച്ച ഒരു വേദഭാഗത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ഇവിടെ ഇദ്ദേഹം വളരെ സന്തോഷമുള്ളവനായിട്ട് തീർന്നുവെങ്കിൽ ഇദ്ദേഹം ഏത് ഭാഗം വായിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായത്? അതാണ് നാം വളരെ ചിന്തിക്കേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. ആ അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാം. യേശുക്രിസ്തുവിന്റെ ജനനത്തിനും 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് യേശുവിന്റെ മരണത്തെക്കുറിച്ച്. ആ മരണത്തിന്റെ അതിതീവ്രതയെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ അവിടെ നിന്നു. അവന്റെ താഴ്ചയിൽ അവൻ ന്യായം കിട്ടാതെ പോയി. നമ്മുടെ കർത്താവ് അനുഭവിക്കുന്ന വ്യതയുടെ വ്യക്തമായ ചിത്രമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഈ ഭാഗം വായിച്ചപ്പോൾ അതൊരു വേദനാജനകമായ ഭാഗമാണ്. അത് കർത്താവ് അനുഭവിച്ച പീഡയുടെ ചിത്രമാണ്. എന്നാൽ ഈ ഭാഗം വായിച്ചപ്പോൾ ഷണ്ണന് സന്തോഷമുണ്ടാകുവാനിടയായിട്ട് തീർന്നു. യെസ്, കർത്താവിന് മഹത്വം. ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ പറയട്ടെ, അനേകർക്ക് സന്തോഷം നൽകുവാൻ, അനേകരുടെ ജീവിതത്തിൽ സന്തോഷം യഥാർത്ഥമായിട്ട് അനുഭവിക്കാൻ കാരണമായിട്ട് തീർന്നത് ഇതിന്റെ പിന്നിലുള്ള നമ്മുടെ കർത്താവിന്റെ മരണമാണ്. അവിടുത്തെ മരണത്താൽ അനേകർക്ക് സന്തോഷമുണ്ടായി. ദൈവത്തിന് മഹത്വം. ഇന്ന് പ്രഭാതത്തിലും ഞാൻ നിങ്ങളും ദൈവസന്നിധിയിൽ അതിസന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നതിന്റെ ഏക കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശ് മരണമാണ്. ഒരാളുടെ മരണം
മറ്റൊരാൾക്ക് സന്തോഷം നൽകുന്ന ചരിത്രം ലോകത്തിലില്ല. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മാനവജനതയ്ക്ക് മഹാസന്തോഷം നൽകുന്നതായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ സന്തോഷമല്ലയോ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്? നമുക്ക് മഹാസന്തോഷം തരുവാൻ നമുക്ക് വേണ്ടി ദൈവകോപത്തിന്റെ തീയിൽ ബന്ധിരിഞ്ഞ ദൈവപുത്രന്റെ ക്രൂശ് മരണത്തെ ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് സർവ്വമഹത്വവും ആ പ്രാണപ്രിയന്റെ പാദത്തിങ്കൽ സമർപ്പിച്ച് അവിടുത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ വിലയേറിയ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. സർവസമ്പന്നൻ നീ സാധുവായി, സർവേശ സ്വർഗീയ ഭാഗ്യമേകാൻ. സർവസമ്പന്നൻ നീ സാധുവായി, സർവേശ സ്വർഗീയ ഭാഗ്യമേകാൻ. സർവർക്കും കർത്താവാം നിൻ പാദത്തിൽ സർവവും സാധു ഞാൻ അർപ്പിക്കുന്നു. സർവർക്കും കർത്താവാം നിൻ പാദത്തിൽ സർവവും സാധു ഞാൻ അർപ്പിക്കുന്നു. വീഴുന്നു ഞാൻ നാഥ നന്ദിയോടെ വിശുദ്ധമാം നിൻ തിരുസന്നിധിയിൽ. വല്ലഭനാം നീ വഴി നടത്തി വിശ്വസ്തനായെന്നും കാത്തതിനാൽ. വല്ല